ഇന്ന് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബേക്കറി സ്വീറ്റാണ്. വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട്. നമ്മളെ വീട്ടിലുള്ള ചേരുവകൾ തന്നെ മാത്രം മതി തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ഞാനിവിടെ 2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഈ 2 ലിറ്റർ പാൽ നമുക്കൊന്ന് നന്നായി ഒന്ന് തിളപ്പിച്ച് കുറുകി 1 ലിറ്ററോളം ആക്കിയെടുക്കണം. ഇത് ഏകദേശം ഒരു 20-25 മിനിറ്റൊക്കെ എടുക്കും. നിങ്ങളുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിമിനനുസരിച്ച് അതിൻ്റെ സമയത്തിൽ വ്യത്യാസം ഉണ്ടാവും. നന്നായി ഫ്ലെയിമുള്ള സ്റ്റൗ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടും. നല്ലതുപോലെ തിളപ്പിച്ച് തന്നെ നമുക്കത് കുറുക്കിയെടുക്കണം. പിന്നെ തിളപ്പിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, നന്നായി ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പാല് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇവിടെ പാല് ഞാൻ നന്നായി തന്നെ തിളപ്പിച്ച് ഒരു പകുതിയോളം ആക്കി കുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് 1 ടേബിൾ സ്പൂൺ വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് അത് കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുക്കാം. ഈ പാലൊന്ന് നമുക്ക് പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പാലിവിടെ പിരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനിയും ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതിൻ്റെ കൂടെ തന്നെ ഇതിനകത്തേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. കുറേശ്ശെയായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിനകത്തുള്ള വെള്ളം മുഴുവൻ ഏകദേശം നമുക്ക് വറ്റിച്ചെടുക്കണം. ഇനി ഞാൻ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്. നന്നായി പൊടിച്ച നല്ല ഫൈൻ പൗഡറായിരിക്കണം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വെള്ളം നന്നായി തന്നെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് സമയം ഞാൻ ഇളക്കാതെ വെച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരല്പം അടുക്കി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ തുടരെ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. അല്ലെങ്കിൽ പാല് പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും. ഇനി ഇതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഓയിലും അതുപോലെ വനസ്പതിയൊന്നുമല്ല, സാധാരണ നെയ്യ് തന്നെ നമ്മൾ RKGയുടെ അതല്ലെങ്കിൽ മിൽമയുടെ ഒക്കെ നെയ്യ് അതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് ഇത് ചെയ്യേണ്ടത്, ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്നുമല്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം എന്ന് പറയുന്നത്. ഇളക്കി ഇതുപോലെ വെള്ളമൊക്കെ നന്നായി വറ്റി വരും. ആ സമയത്ത് നമ്മൾ ഇളക്കുമ്പോൾ നമുക്ക് ഇത് ഒന്നാകെ ഇങ്ങനെ ഉരുണ്ട് വരുന്ന ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ നമ്മൾ ഇളക്കുന്ന സമയത്ത് എല്ലാം കൂടെ അങ്ങ് ഉരുണ്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു മൗൾഡിലേക്ക് മാറ്റി കൊടുക്കാം. ആ സമയത്ത് നമ്മൾ ഇതിൻ്റെ കളറൊക്കെ നല്ലൊരു ഗോൾഡൻ കളറായിട്ട് മാറി വരികയും ചെയ്യും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് ഒരു മൗൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ലോഫ് പാനാണ് എടുത്തിട്ടുള്ളത്. അതിനകത്തേക്ക് വച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രത്തിൻ്റെ അടിവശം വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതിന് ശേഷം ഇതൊന്ന് നന്നായി തണുത്ത് വരാനായിട്ട് ഒന്ന് അടച്ചു വെക്കാം. നമുക്ക് തണുത്തതിന് ശേഷം നമുക്കിത് ഈ പാത്രത്തിനകത്തുനിന്ന് ഒന്ന് സൈഡൊക്കെ ഒന്ന് വിടർത്തിയിട്ട് നമുക്ക് മറ്റൊരു പാത്രത്തിനകത്തേക്ക് മാറ്റിയെടുക്കാം. നമ്മൾ ബേക്കറിയിലൊക്കെ മിൽക്ക് കേക്ക് അല്ലെങ്കിൽ കലാക്കന്ത് എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിക്കുന്ന സെയിം സാധനമാണിത്. വളരെ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ബേക്കറിയിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ 350-320 രൂപയൊക്കെ വില വരുന്നുണ്ട് കിലോയ്ക്ക്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുള്ള നല്ല സ്വീറ്റായിട്ടുള്ളൊരു പലഹാരം തന്നെയാണ്. ഞാനിപ്പോൾ ഇത് ഒരു ബട്ടർ പേപ്പറിന് മുകളിലേക്ക് ഡിമോൾഡ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ
ചതുരാകൃതിയിലുള്ള പാത്രം ഇല്ലെങ്കിൽ സാധാരണ ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ ഒരു നമ്മൾ കറിയൊക്കെ എടുക്കുന്ന ബൗളോ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുത്തിട്ട് അതിനകത്ത് വെച്ചിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് ഓരോ പീസിൻ്റെ മുകളിലും ഒരു ബദാമോ അതല്ലെങ്കിൽ ഒരു പിസ്തയോ എന്തെങ്കിലും വെച്ച് കൊടുക്കാം. അത് നിങ്ങളുടെ ചോയ്സാണ് എന്ത് വെക്കണം എന്നുള്ളത്. ഇനി അതൊന്നുമില്ലെങ്കിൽ ഒരു മുന്തിരിയോ അല്ലെങ്കിൽ ഒരു അണ്ടിയോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുത്താലും മതി. വളരെ ഈസിയല്ലേ തയ്യാറാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.